നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. പോലീസ് അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിയമസഭയിൽ ചൂടേറിയ ചർച്ച. റോജി എം ജോൺ ഉന്നയിച്ച അടിയന്തര പ്രമേയത്തിലാണ് ചർച്ച നടന്നത്. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ കുറ്റക്കാരായ പോലീസുകാരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിച്ചു. മണ്ണുത്തി ഇടപ്പള്ളി പാതയിലെ ഗതാഗതക്കുരുക്ക് സംബന്ധിച്ച ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി വ്യാഴാഴ്ചയിലേക്ക് മാറ്റി. പാലേക്കരയിൽ ടോൾ പിരിവിനുള്ള സ്റ്റേ തുടരും. ജനങ്ങളെ പരീക്ഷിക്കരുതെന്ന് ഹൈക്കോടതി. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കില്ല. ടി എൻ പ്രതാപന്റെ പരാതിയിൽ അന്വേഷണം അവസാനിപ്പിച്ച് പോലീസ്. കോടതിയെ സമീപിക്കുമെന്ന് ടി എൻ പ്രതാപൻ. തൃശൂർ കോർപ്പറേഷനിലെ വൈദ്യുതി വിഭാഗം ജീവനക്കാരുടെ പണിമുടക്കിനെ തുടർന്ന് നഗരത്തിൽ 3 മണിക്കൂർ വൈദ്യുതി മുടങ്ങി. ഇതിൽ പ്രതിഷേധിച്ച് മേയറെ കോൺഗ്രസ് കൌൺസിലർമാർ തടഞ്ഞുവെച്ചു. കുന്നംകുളത്ത് ആംബുലൻസ് ഡ്രൈവർമാർ തമ്മിൽ സംഘർഷം. പാലപ്പെട്ടി അൽഫാസ ആംബുലൻസ് ഡ്രൈവർക്ക് ഹനീഫയ്ക്ക് പരിക്കേറ്റു. സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുന്നു. പവന് 640 രൂപ വർദ്ധിച്ച് 82,080 രൂപയിലെത്തി. 1 ഗ്രാം സ്വർണത്തിന് 10,260 രൂപയാണ്. കുന്നംകുളത്ത് കസ്റ്റഡി മർദ്ദനത്തിന് ഇരയായ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെതിരെ CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ നടത്തിയ പരാമർശത്തിന് മറുപടിയായി DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. പരാമർശം അപലപനീയവും പ്രതിഷേധാർഹവുമാണെന്ന് ജോസഫ് ടാജറ്റ്. തെക്കുംകര പഞ്ചായത്ത് പുതുക്കി പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് ജേക്കബ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മന്ത്രി TM ജേക്കബിന്റെ 75ാം ജന്മദിനാചരണം സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KR ഗിരിജൻ ഉദ്ഘാടനം ചെയ്തു. ഉപഭോക്തൃ കോടതി വിധി പാലിക്കാതിരുന്നതിനെ തുടർന്ന് ഫയൽ ചെയ്ത ഹർജിയിൽ വാറണ്ട് അയക്കുവാൻ ഉത്തരവ്. കൊടുങ്ങല്ലൂർ സ്വദേശി ഊർക്കോലി വീട്ടിൽ ഉണ്ണികൃഷ്ണൻ ഫയൽ ചെയ്ത ഹർജിയിലാണ് ശൃംഗപുരം പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ് ഉടമയ്ക്കെതിരെ വാറണ്ട് അയക്കുവാൻ ഉത്തരവായത്. കൊടകര വട്ടേക്കാട് തേശ്ശേരി റോഡിൽ പാലത്തിനോട് ചേർന്നുള്ള കരിങ്കൽ കെട്ട് ഭാഗികമായി തകർന്നു. പാലത്തിനോട് ചേർന്നുള്ള സംരക്ഷണ ഭിത്തിയിലെ കരിങ്കല്ലുകൾ ഇളകി തോട്ടിലേക്ക് വീണു. ഗായകരുടെയും കലാ സംഗീതാസ്വാദകരുടെയും കൂട്ടായ്മയായ വിശ്വ മ്യൂസിക് തൃശൂർ ബാലഭവനിൽ പ്രതിനിധി സമ്മേളനവും കലാമേളയും സംഘടിപ്പിച്ചു. സാഹിത്യകാരനും ഗാനരചയിതാവുമായ C. രാമചന്ദ്ര മേനോൻ ഉദ്ഘാടനം ചെയ്തു. കൊടകര പഞ്ചായത്തിൽ അങ്കനവാടിക്ക് അരികെ അപകട ഭീഷണി ഉയർത്തി കൂറ്റൻ മരം. പേരാമ്പ്ര കനകമല റോഡിൽ ചിറക്കഴിയിലാണ് അപകട ഭീഷണി ഉയർത്തുന്ന കൂറ്റൻ മരമുള്ളത്. പ്രചര ചാവക്കാട് UAE ചാപ്റ്റർ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഷാർജ എക്സ്പോ സെന്ററിൽ നടന്ന ഓണാഘോഷം പ്രചര ചാവക്കാട് ചെയർമാൻ KV സുശീലൻ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ തിരുനാൾ ഈ മാസം 22 മുതൽ 28 വരെ ആഘോഷിക്കും. തിങ്കളാഴ്ച വൈകിട്ട് ആർച്ച് ബിഷപ്പ് ഫ്രാൻസിസ് കല്ലറയ്ക്കൽ കൊടിയേറ്റം നിർവഹിക്കും. കൊടുങ്ങല്ലൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ തീർപ്പാകാതെ ശേഷിക്കുന്ന ഫയലുകളിൽ അന്തിമ നടപടികൾ സ്വീകരിക്കുന്നതിനായി പ്രത്യേക അദാലത്ത് സംഘടിപ്പിച്ചു. 2025-26 വർഷത്തിൽ ആകെ ലഭ്യമായ 90 നിയമന ഫയലുകളിൽ 85% തീർപ്പാക്കി. ചെത്ത് തൊഴിലാളി സംഘടനാ നേതാവായിരുന്ന ജോർജ് ചടയൻമുറിയുടെ 50ാം ചരമവാർഷിക ദിനാചരണം അന്തിക്കാട് നടന്നു. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കിഴക്കുംപാട്ടുകര സോഷ്യൽ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ സമാപിച്ചു. തൃശൂർ സിറ്റി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ NS സലീഷ് ഉദ്ഘാടനം ചെയ്തു. പുത്തൻപീടിക സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ കായിക മേള അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോഫിൻ അക്കരപ്പട്ടിയേക്കൽ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ സ്മിത P. ജോസ്, പ്രധാനാധ്യാപികൻ KK ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് എടത്തിരുത്തി സ്റ്റേറ്റ് സീഡ് ഫാമിൽ വിപണന കേന്ദ്രം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി പഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു.
SNDP യോഗം ഗുരുവായൂർ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ 5 ദിവസം നീണ്ടുനിൽക്കുന്ന ഗുരുദേവ സമാധി ദിനാചരണത്തിന് ബുധനാഴ്ച തുടക്കമാകും. സമാധി ദിനമായ ഞായറാഴ്ച നടക്കുന്ന സമാദരണ സദസ്സ് യോഗം കൌൺസിലർ ബേബി റാം ഉദ്ഘാടനം ചെയ്യും. യൂത്ത് കോൺഗ്രസ് KSU നേതാക്കൾക്കെതിരെ പോലീസ് ആക്രമണം കാണിക്കുന്നുവെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധ യോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. പ്രിസൺസ് ഹെൽത്ത് ക്ലബ് വിയൂർ ജയിലിൽ ആരംഭിച്ചു. ജയിൽ വകുപ്പ് മേധാവി ബൽറാം കുമാർ ഉപാധ്യായ ഉദ്ഘാടനം ചെയ്തു. അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS യൂണിറ്റ് സമ്മതിദാന അവകാശങ്ങൾ എന്ന വിഷയത്തെ സംബന്ധിച്ച് സെമിനാർ സംഘടിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ജയ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. പുള്ള് മനക്കൊടി പാടത്ത് മധ്യവയസ്കനെ വെള്ളത്തിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. പൂത്തോൾ സ്വദേശി മാടമ്പി വീട്ടിൽ 62 വയസ്സുള്ള ഷാജിയാണ് മരിച്ചത്. ചെറൂർ സെന്റ് ജോസഫ് സ്പെഷ്യൽ സ്കൂളിന്റെ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി തൃശൂർ നഗരത്തിൽ വിളംബര ഘോഷയാത്ര നടത്തി. മേയർ MK വർഗീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഏനമാവ് നെഹ്റു പാർക്കിൽ എത്തുന്നവർക്ക് കുടിവെള്ളം ഒരുക്കി മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത്. പാർക്കിൽ സ്ഥാപിച്ച വാട്ടർ കിയോസ്കിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് ലതി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രങ്ങളിലെ വഴിപാടുകളിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ വൽക്കരണം എന്ന ആശയത്തോടുള്ള സംരംഭത്തിന് വിയൂർ മണലാറുകാവ് ക്ഷേത്രത്തിൽ തുടക്കമായി. ദേവസ്വം സെക്രട്ടറി കൃഷ്ണ കിഷോർ പോസ്റ്റ് മെഷീൻ ഏറ്റുവാങ്ങി. കുന്നംകുളത്ത് പോലീസ് മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് നേതാവ് VS സുജിത് ഹൈക്കോടതിയെ സമീപിച്ചു. മനുഷ്യാവകാശ ലംഘനം ചൂണ്ടിക്കാട്ടിയാണ് സുജിത് പൊതുതാൽപര്യ ഹർജി നൽകിയത്. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ അറസ്റ്റിലായ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഉൾപ്പെടെ 5 പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ കോടതി ബുധനാഴ്ച വിധി പറയും. അലോഷ്യസ് സേവ്യറിന് പുറമെ സംസ്ഥാന ഭാരവാഹികളായ ആസിഫ് മുഹമ്മദ്, അജ്മൽ പട്ടേരി, നിഹാൽ റഹ്മാൻ, അൻസാർ മുഹമ്മദ് എന്നിവർ കേസിലെ പ്രതികൾ. വിവാഹം കഴിക്കാമെന്ന് വിശ്വസിപ്പിച്ച യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതിയെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കാട് അമ്പലപ്പാറ കടമ്പൂർ സ്വദേശി കല്ലിങ്ങൽ വീട്ടിൽ നിധിനാണ് അറസ്റ്റിലായത്. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.